സാക്ഷരതാ പ്രവർത്തക KV റാബിയ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. മലപ്പുറം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. പോളിയോയും ക്യാൻസറും നട്ടലിനേറ്റ ക്ഷതവും പോലുള്ള ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് സാമൂഹിക സേവന രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവുമായിരുന്നു KV റാബിയ. അതിജീവനമായിരുന്നു റാബിയ. ചക്രക്കസേരയിലിരുന്ന് നിരക്ഷരർക്ക് അക്ഷര വെളിച്ചം പകർന്നവൾ. 14-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് ചക്രക്കസേരയിലേക്ക് റാബിയയുടെ ജീവിതം വഴിമാറി. എന്നാൽ അക്ഷരത്തിന്റെ തെളിച്ചത്തിൽ അസാമാന്യമായ ഒരു അതിജീവനം. അതിന്റെ മറുവാക്കുകൂടിയാണ് മലപ്പുറം തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശി KV റാബിയ. പിന്നാലെ ക്യാൻസർ തളർത്തിയിട്ടും വീഴാതെ പോരാടി. PSMO കോളേജിൽ പഠിക്കുമ്പോഴാണ് പോളിയോ റാബിയയുടെ ചലനശേഷിക്ക് തടസ്സമുണ്ടാക്കിയത്. 17-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് വീൽചെയറിലിരുന്ന് ജീവിതം നയിക്കേണ്ടി വന്നെങ്കിലും ആ പ്രതിസന്ധിയിൽ തളരാതെ അവർ സാമൂഹിക സേവന രംഗത്ത് കൂടുതൽ സജീവമായി. അരയ്ക്ക് താഴെ തളർന്നുപോയ ശേഷവും ക്യാൻസറിനെയും നട്ടലിനേറ്റ ക്ഷതത്തെയും അതിജീവിച്ച് റാബിയ 3 പതിറ്റാണ്ടുകാലം വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. പരിമിതികളെയും ദുരിതങ്ങളെയും മറികടന്ന് ലോകത്തിന് മാതൃകയാകണമെന്ന ഉറച്ച തീരുമാനമാണ് അവരെ മുന്നോട്ട് നയിച്ചത്. കേരള സംസ്ഥാന സാക്ഷരതാ യജ്ഞത്തിൽ സജീവമായി പങ്കെടുത്തതിലൂടെയാണ് റാബിയ ശ്രദ്ധ നേടിയത്. അസഹനീയ വേദനയിൽ കിടക്കുമ്പോഴും റാബിയ കളർ പെൻസിൽ ഉപയോഗിച്ച് നോട്ട്ബുക്കുകളുടെ പേജുകളിൽ തന്റെ ഓർമ്മകൾ എഴുതാൻ തുടങ്ങി. ഒടുവിൽ നിശബ്ദ നൊമ്പരങ്ങൾ എന്ന പുസ്തകം പൂർത്തിയാക്കി. ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉൾപ്പെടെ 4 പുസ്തകം എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൽ നിന്നുള്ള റോയൽറ്റിയാണ് ചികിത്സാ ചെലവുകൾക്കായി ഉപയോഗിച്ചിരുന്നത്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് അക്ഷര വെളിച്ചം പകരാനുള്ള അവരുടെ അക്ഷീണമായ പ്രയത്നങ്ങൾക്ക് ദേശീയ തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2014 സംസ്ഥാന സർക്കാർ വനിതാരത്നം പുരസ്കാരം നൽകി. 2022 രാജ്യം റാബിയ എന്ന അതിജീവനത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. അക്ഷരം അതിജീവനമാക്കിയ, വേദനയെ വാക്കാൽ ജയിച്ച റാബിയയ്ക്ക് ആദരാഞ്ജലികൾ. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.